നമ്മൾ നോക്കുന്നത് ഈ ലാബ് ഡയഗ്നോസിസിനെ മെയിൻ ആയിട്ട് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ഐസൊലേഷൻ ഓഫ് പോസിറ്റീവ് ഏജന്റ്, then detection of microbial antigen, then titration of antibody against positive agent. ഇങ്ങനെ 3 പ്ലാറ്റ്ഫോമിലായിട്ടാണ് നമ്മൾ ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് പഠിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഐസൊലേഷൻ ഓഫ് പോസിറ്റീവ് ഏജന്റ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സാമ്പിൾ നോർമൽ എന്തായിരിക്കും? ഫസ്റ്റ് സാമ്പിൾ ബ്ലഡ് സാമ്പിൾ ആയിരിക്കും. ഏറ്റവും പ്രൊഡോമിനന്റ് എടുക്കുന്ന ബ്ലഡ് സാമ്പിൾ ആയിരിക്കും. ദെൻ ബോൺ മാരോ, ദെൻ ക്ലോട്ട്, സ്റ്റൂൾ, യൂറിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്സിസ് എടുക്കും. അതായത് പർട്ടിക്കുലർ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ലങ് ആപ്സിസ് ഒക്കെ ആണെങ്കിൽ ലങ് ആപ്സിസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതായത് നമ്മുടെ ഏതെങ്കിലും ആപ്സിസിനെ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനാട്ടമിക്കൽ ലീഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ലങ് ആപ്സിസ് ആയിരിക്കും, ചിലപ്പോൾ പ്ലൂറൽ ആപ്സിസ് ആയിരിക്കാം, ചിലപ്പോൾ മെനിഞ്ചിയൽ ആപ്സിസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഓരോരോ ആപ്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കറക്റ്റ്ലി നമ്മൾ ആപ്സിസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മെയിൻ ആയിട്ട് ബ്ലഡ്, ബോൺ മാരോ, ക്ലോട്ട്, സ്റ്റൂള്, യൂറിൻ ആൻഡ് വൈഡ് വെറൈറ്റീസ് ഓഫ് ആപ്സിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ബ്ലഡ് കൾച്ചർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടാനുള്ള ചാൻസസ് ബ്ലഡ് കൾച്ചർ ആണ്. ഈ ബ്ലഡ് കൾച്ചർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് വീക്ക് ഓഫ് ഫീവർ ആണെങ്കിൽ അപ്പോൾ 90% ഓഫ് ഇൻഡിവിജ്വൽസും എന്തായിരിക്കും ബ്ലഡ് കൾച്ചർ പോസിറ്റീവ് ആയിരിക്കും വരിക. ദെൻ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞു വരും. സെക്കൻഡ് വീക്കിൽ 75% മാത്രമേ ഉള്ളൂ പോസിറ്റിവിറ്റി റിയാക്ഷൻ തരുന്നുള്ളൂ. ദെൻ തേർഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് 60% ഇൻഡിവിജ്വൽസിന് എന്ത് വരുന്നുള്ളൂ? നമ്മുടെ പോസിറ്റീവ് റിയാക്ഷൻ കിട്ടുന്നുള്ളൂ. ദെൻ ഇപ്പൊ നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ബ്ലഡിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം എന്താണ് കുറെ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ഉണ്ട്. അതായത് നമ്മുടെ കോംപ്ലിമെന്റ് കമ്പോണന്റ് ഉണ്ട്, അങ്ങനെ കുറെ സബ്സ്റ്റൻസസ് ഉണ്ട്. ഈ സബ്സ്റ്റൻസസ് ഒക്കെ എന്ത് സംഭവിക്കാം? ഈ ഒരു സാൽമോണല്ലേനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡയലൂട്ട് ചെയ്യണം. എന്തിനാ ഡയലൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോംപ്ലിമെന്റ് കുറെ ബിക്കോസ് ബ്ലഡ് കണ്ടെയ്നിങ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് കോംപ്ലിമെന്റ് ദെൻ മാക്രോഫേജസ് ഒക്കെ ഉണ്ടാവും. ദെൻ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് ഡയലൂട്ട് ചെയ്യുന്നത്. നോർമലി നമ്മൾ ബ്ലഡ് ഡയലൂട്ട് ചെയ്യുന്നത് 1:10 ഡയലൂഷൻ അല്ലെങ്കിൽ 1:15 ഡയലൂഷനിലാണ് നമ്മൾ നോർമലി ബ്ലഡ് ഡയലൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക അതായത് 5 ml ബ്ലഡ് എടുക്കുന്നുണ്ടെങ്കിൽ 50 ml കൾച്ചർ ബ്രോത്തിന്റെ അകത്തേക്കാണ് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്നത്. അങ്ങനെ 1:10 ഡയലൂഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ml ബ്ലഡ് ആണ് എടുക്കുന്നത്. നമ്മൾ വെനി പങ്ക്ചർ വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അസെപ്റ്റിക് കണ്ടീഷൻ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒരു വെനി പങ്ക്ചർ എടുക്കും. ഓക്കെ, ദെൻ ഈ ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്ലഡ് കൾച്ചർ ബോട്ടിലിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബ്ലഡ് കൾച്ചർ ബോട്ടിൽ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കാം, ഇനി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ദെൻ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ ഗ്ലൂക്കോസ് ബ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ടാറോകോളൈറ്റ് ബ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ BHIB ദാറ്റ് ഈസ് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ഒക്കെ ആയിരിക്കാം വരുന്നത്. ഇതിൽ ഏതിന്റെ അകത്തേക്കും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ബ്ലഡിനെ നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ ബ്ലഡ് ഇതിന്റെ അകത്ത് ഇനോക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതെന്തായിരിക്കും? കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഇതിന്റെ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബോട്ടിലിന്റെ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ബ്ലഡ് ആഡ് ചെയ്യരുത്. കാരണം പറഞ്ഞിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് കൾച്ചർ ബോട്ടിലിന്റെ മുകളിൽ എന്താ ഒരു 3 ഹോൾസ് ഉണ്ടാവും. ആ 3 ഹോൾസിൽ ഏതെങ്കിലും സെന്ററിലുള്ള ഹോളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ബ്ലഡ് ഇനോക്കുലേഷൻ ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ നീഡിലും സിറിഞ്ചും ആണല്ലോ, ആ നീഡിൽ വെച്ച് നേരിട്ടിട്ട് ഇനോക്കുലേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനോക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് എന്താ ചെയ്യുക? ആ ഒരു ക്യാപ്പും നല്ല രീതിയിൽ എന്ത് സ്റ്റെറിലൈസ് ചെയ്യുക വിത്ത് നമ്മുടെ കോട്ടൺ ആൽക്കഹോൾ ടാപ്പ് ഒക്കെ വെച്ചിട്ട് നല്ലപോലെ എന്ത് ചെയ്യുക? അത് സ്റ്റെറിലൈസ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇതെന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടാമിനേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇനോക്കുലേഷൻ ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബ്രോത്തിന്റെ അകത്തേക്ക് ഇനോക്കുലേഷൻ ചെയ്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ ചെയ്ത് വെക്കുക. ദെൻ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? കൾച്ചർ ചെയ്യുക. ഓക്കെ, നോർമലി നമ്മൾ എന്താ പറയാന്നുള്ളത് 2 സെറ്റ് ബ്ലഡ് കൾച്ചർ ബോട്ടിൽ വേണമെന്നാണ് നമ്മൾ പേഷ്യന്റിനോട് പറയാറുള്ളത്. അതായത് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഗ്ലൂക്കോസ് ബ്രോത്തും രണ്ടാമത്തേത് ടൗറോകോളേറ്റ് ബ്രോത്തും അല്ലെങ്കിൽ ബൈൽ ബ്രോത്തും ആണ് നമ്മൾ നോർമലി പറയാറുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ തിയററ്റിക്കലി ഇങ്ങനെ 2 ബ്രോത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി ലാബിലൊക്കെ നമ്മൾ ആകെ ഒറ്റൊരു ബ്രോത്തേ ചെയ്യാറുള്ളൂ. ദാറ്റ് ഈസ് അത് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ആയിരിക്കും. ഈ ഗ്ലൂക്കോസ് ബ്രോത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എന്തായിരിക്കും? ഗ്ലൂക്കോസ് ബ്രോത്തിന്റെ അകത്തിട്ടുള്ള ഇൻക്യുബേറ്ററിന്റെ അകത്ത് എടുത്തിട്ട് ഓവർനൈറ്റ് ഇൻക്യുബേഷൻ ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ എടുത്തിട്ട് ബ്ലഡ് അകാറിന്റെ അകത്തേക്ക് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കുന്നു. ദെൻ ടൗറോകോളേറ്റ് അല്ലെങ്കിൽ ബൈൽ ബ്രോത്തിന് എടുത്തിട്ട് നമ്മൾ മക്കോങ്കി അകാറിലേക്ക് എന്ത് ചെയ്യും? ഇനോക്കുലേഷൻ ചെയ്ത് വെക്കും. ഈ ടൗറോകോളേറ്റ് ബ്രോത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇൻഹിബിറ്റ് ചെയ്ത്. ഓക്കെ, അതിനാണ് നമ്മൾ 2 ബ്രോത്ത് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ബ്രോത്ത്
ടൗറോകോളേറ്റ് ഗ്രോത്തും. ടൗറോകോളേറ്റ് ഗ്രോത്തിൽ എന്ത് ചെയ്യും? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇനി ഇത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്, പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പം നോർമലി ലാബിലൊക്കെ നമ്മളെ ലാബിലൊക്കെ ചെയ്യാറുള്ളത് പറഞ്ഞാൽ എന്താണ്, നോർമലി ഒരു സിംഗിൾ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ആണ് എടുക്കാറുള്ളത്. ദെൻ അതിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഓവർനൈറ്റ് ഇൻക്യുബേഷൻ വെച്ചതിന് ശേഷം അതിന്റെ അകത്ത് എടുത്തിട്ട് നമ്മൾ ബ്ലഡ് അകാറിന്റെ അകത്തേക്കും ദെൻ മക്കോങ് അകാറിന്റെ അകത്തേക്കും എടുത്ത് ഇനോക്കുലേഷൻ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണ് ഇനോക്കുലേഷൻ ചെയ്യുന്നത് നോക്കണം. നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീഡിൽ ആൻഡ് സിറിഞ്ച് എടുക്കും. ദെൻ എന്ത് ചെയ്യും? ആ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്തിന്റെ ഞാൻ പറഞ്ഞ 3 ഹോൾ ഉണ്ട്. അതിന്റെ അകത്ത് ഒരു സെന്റർ ഹോൾ തന്നെ എടുക്കുന്നത്. ദെൻ ലെഫ്റ്റ് ഹോൾ അല്ലെങ്കിൽ റൈറ്റ് ഹോൾ, അതിന്റെ അകത്ത് ഏതെങ്കിലും ഒന്നിന്റെ അകത്തുള്ള എന്ത് ചെയ്യും? ഈ നീഡിലും സിറിഞ്ചും ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് പതുക്കെ ഫ്ലൂയിഡ് വിഡ്രോ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ 1 ഡ്രോപ്പ് നമ്മൾ എവിടെ ആഡ് ചെയ്യും? നമ്മൾ ബ്ലഡ് അകാർ പ്ലേറ്റിന്റെ അകത്ത് ആഡ് ചെയ്യും. അത് വെൽ ഇനോക്കുലേറ്റ് നല്ലപോലെ ചെയ്തിട്ട് ബാക്കി സബ്സിക്വന്റ് സ്ട്രീക്കിംഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്ന് ബ്ലഡ് അകാറിന്റെ അകത്തും ചെയ്യും, ഒന്ന് മക്കോങ്കിലും ചെയ്യും. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ നോർമലി ചെയ്യാറുള്ള സംഭവങ്ങൾ. നമ്മൾ തിയററ്റിക്കലി പറയുന്നത് എന്താണ്? 2 ബ്രോത്ത് വേണം, ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ബ്രോത്തും വേണം, ബൈൽ ബ്രോത്തും വേണം എന്ന് നമ്മൾ തിയററ്റിക്കലി പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു വെച്ചു. രണ്ടാമത്തെ നമ്മൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചില സീസൺ എന്ത് ചെയ്യും? നമ്മൾ സബ് കൾച്ചർ ചെയ്ത്, അതായത് ഫസ്റ്റ് ഡേ നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് എടുത്തു വെച്ചു, സെക്കൻഡ് ഡേ നമ്മൾ എടുത്ത് സ്ട്രീക്കിംഗ് ചെയ്ത് നോക്കുന്ന, തേർഡ് ഡേ നോക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് ഗ്രോത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ദെൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഫസ്റ്റ് സബ് കൾച്ചർ ചെയ്തതിന്റെ അകത്ത് ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല? ഒരു നെഗറ്റീവ് റിസൾട്ട് കൊടുക്കാൻ പാടില്ല. നെഗറ്റീവ് റിസൾട്ട് എപ്പോഴാണ് നമ്മൾ കൊടുക്കുക? 10 ഡേയ്സിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തു ഫസ്റ്റ് സബ് കൾച്ചർ ചെയ്ത് നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ദെൻ എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ആയിട്ടുള്ള സബ് കൾച്ചേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അഡ്ജസ്റ്റന്റ് ഡേയ്സിൽ അപ് ടു 10 ഡേയ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ടുള്ള സബ് കൾച്ചേഴ്സ് ചെയ്തിരിക്കണം. ദെൻ അതിനുശേഷം മാത്രമേ ആ റിപ്പീറ്റഡ് ആയിട്ട് 10 ഡേയ്സ് കണ്ടിന്യൂസ് സബ് കൾച്ചർ ചെയ്തതിന്റെ അതും ആബ്സെൻസ് ഓഫ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയാറൂ? ദ കൾച്ചർ ഈസ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ റിസൾട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും മതി. ഈ ഒരു ബ്ലഡ് കൾച്ചർ ബോട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്ന കാസ്റ്റിനിഡ മെത്തേഡ് ഓഫ് ബ്ലഡ് കൾച്ചറിംഗ് ഉണ്ട്. ആ കാസ്റ്റിനിഡ മെത്തേഡ് ഓഫ് ബ്ലഡ് കൾച്ചറും വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ബ്ലഡ് കൾച്ചർ ബോട്ടിൽസ്. ഇത് നമ്മൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലാബിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് മെക്കാർട്ട്നി ബോട്ടിലിന്റെ അകത്ത് ചെയ്യുന്നതാണ്. ഇതെന്താണ്? ഇത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഈ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ ആ ക്യാപ്പ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒരു റബ്ബറിന്റെ ഷീറ്റാണ് അടിയിൽ വരുന്നത്. ഈ റബ്ബർ ഷീറ്റിന്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഹോൾസ് കാണാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ഫീസസ് കൾച്ചർ ആണ്. സ്പെസിഫിക് കളക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്? സ്റ്റൂൾ സാമ്പിൾ ആയിരിക്കും. സ്റ്റൂൾ സാമ്പിൾ നമുക്കറിയാം എന്താണ്? വൈറ്റ് മൗത്ത് ഉണ്ടായിട്ടുള്ള സ്റ്റീറൈൽ വൈറ്റ് മൗത്ത് ഉണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് എന്തെങ്കിലും ഡിലേ ഉണ്ട് എന്ന് വിചാരിക്കുക, അതായത് ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ അകത്ത് ഇട്ട് വെക്കണം? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾഡ് ബോക്സിന്റെ അകത്ത് ഇട്ട് വെക്കണം. ദെൻ ഇനി നമ്മൾ ലാബിൽ എത്തിക്കഴിഞ്ഞു പ്രോസസ്സിംഗിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഫ്രിഡ്ജിന്റെ അകത്തേക്ക് എടുത്ത് വെക്കണം. ശ്രദ്ധിക്കണം, അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ഡസ് നോട്ട് ഫ്രീസ്, അതായത് ഒരിക്കലും ഫ്രീസറിന്റെ അകത്തേക്ക് എടുത്ത് വെക്കാൻ പാടില്ല. ജസ്റ്റ് 4 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെക്കുക എന്നുള്ള രീതിയിൽ, അതായത് നോർമൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ എന്താണ്? ഇപ്പൊ നമുക്കിപ്പോ സ്റ്റൂൾ സാമ്പിൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തും കൂടി ചെയ്യാം? റെക്ടൽ സ്വാബ്സും കൂടി എടുക്കാം. ഈ റെക്ടൽ സ്വാബ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എടുക്കുന്ന എന്തായിരിക്കണം? ഒരു കാരിബ്ലെയർ മീഡിയയും കൂടി ഉണ്ടായിരിക്കണം, ട്രാൻസ്പോർട്ട് മീഡിയക്ക്. ആ കാരിബ്ലെയർ മീഡിയയിലേക്ക് എന്ത് ചെയ്യും? ഈ റെക്ടൽ സ്വാബ്, സ്റ്റെറൈൽ റെക്ടൽ സ്വാബ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മോയ്സ്ചറിങ് ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് ഈ സ്റ്റെറൈൽ ആയിട്ടുള്ള കാരിബ്ലെയർ മീഡിയത്തിന്റെ അകത്തോട്ട് ഈ സ്റ്റെറൈൽ ആയിട്ടുള്ള റെക്ടൽ സ്വാബ്സ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ചെയ്യുക. ദെൻ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്നിട്ട് നേരെ നമ്മളെ റെക്ടൽ സ്പിഞ്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഒരു 2 to 3 സെന്റിമീറ്റർ ഉള്ളിലോട്ട് പോയതിനു ശേഷം നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോക്കുക, വിസിബിൾ ഫീസസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കണം. ആ സ്വാബ്സിന്റെ മുകളിൽ വിസിബിൾ ഫീസസ് ഉണ്ടോ നോക്കുക. ദെൻ എന്ത് ചെയ്യുന്നു? ആ സ്വാബ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ടുള്ള കാരിബ്ലെയർ മീഡിയത്തിന്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ട്രാൻസ്പോർട്ട് മീഡിയത്തിന് മുകളിൽ പേര് ചെയ്യുക, ലാബിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ലാബിലോട്ട് സെൻഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീസസ് വഴി സാൽമണല്ല ത്രൂ ഔട്ട് ദ ഡിസീസ് ഷെഡ് ചെയ്യും. ആൻഡ് ഈവൻ ഇൻ ദ കൺവാലസൻസ് സ്റ്റേജ്. എന്താ കൺവാലസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺവാലസൻസ് മീൻസ് ജസ്റ്റ് ആഫ്റ്റർ റിക്കവറി. ഇപ്പം ഡിസീസിൽ റിക്കവർ ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിനും എന്തുണ്ടാവും? സാൽമണല്ലയുടെ ഷെഡിങ് ഉണ്ടാവും. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത്
ഈ സ്റ്റൂൾ സാമ്പിൾ പോസിറ്റീവ് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ സ്റ്റൂൾ സാമ്പിൾ ഷെഡിങ് ചെയ്യാന്ന് വെച്ചാൽ ആഫ്റ്റർ ഫസ്റ്റ് വീക്ക് ഓഫ് ഇൽനസ് ആയിരിക്കും. നമ്മളെ ഫസ്റ്റ് വീക്ക് ഓഫ് ഇൽനസിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ സ്റ്റൂൾ വഴി ഓർഗാനിസം എന്ത് ചെയ്യുന്നുള്ളൂ, ഷെഡിങ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുശേഷം അതായത് സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ 2 വീക്സ് അതിനുശേഷം മാത്രം നമ്മൾ കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ സ്റ്റൂൾ സാമ്പിളിനകത്ത് നമുക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവാൽസന്റ് കാരിയേഴ്സിലും അതുപോലെ തന്നെ പേഷ്യൻസിലും എന്തായിരിക്കും ഫീക്കൽ ഷെഡിങ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫീക്കൽ കൾച്ചർ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും, ഒന്ന് പേഷ്യൻസിന്റെ ഡയഗ്നോസിസിനും രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് കാരിയേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫീക്കൽ കൾച്ചർ ചെയ്യാം. ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റൂൾ സാമ്പിളിന്റെ അകത്ത് എന്തുണ്ടാവും, ലാർജ് എമൗണ്ട് ഓഫ് നോർമൽ ഫ്ലോറാസ് ഉണ്ടാവും. ദെൻ നമ്മൾ നോർമൽ നല്ല രീതിയിൽ ഐസൊലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയയിലേക്കും അതുപോലെ തന്നെ സെലക്റ്റീവ് മീഡിയയിലേക്കും ഇനോക്കുലേഷൻ ചെയ്ത് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ പറയുന്നത് 2 സെറ്റ്സ് ഓഫ് സാമ്പിൾസ് വേണമെന്നാണ് പറയുന്നത്. അതായത് ഒരു സെറ്റ് നമ്മൾ എന്തിന്റെ അകത്തേക്ക് ഡയറക്റ്റ് നമ്മൾ പ്ലേറ്റിന്റെ അകത്തേക്കും, രണ്ടാമത്തെ സെറ്റ് നമ്മൾ എൻറിച്ച്മെന്റിൽ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ എൻറിച്ച്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെലിനേറ്റ് ഓഫ് ബ്രോത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെട്രാതാനേറ്റ് ബ്രോത്ത് വെക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സാമ്പിൾ നമ്മൾ എന്തിലേക്ക് ഇട്ട് വെക്കുന്നു, ഒരു എൻറിച്ച്മെന്റ് മീഡിയ ആയിട്ടുള്ള സെലിനേറ്റ് ഓഫ് ബ്രോത്തിന്റെ അകത്തേക്ക് ഇട്ട് വെക്കുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തെ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്റ്റീവ് മീഡിയ ആയിട്ടുള്ള മക്കോഗി അഗാറോ DC എക്സസ് XLD വിൽസൺ ആൻഡ് ബ്ലെയർ ബിസ്മത്ത് സൾഫേറ്റ് ആകാം, ഇതിൽ ഏതിന്റെ അകത്തേക്കും ഇനോക്കുലേഷൻ ചെയ്ത് വെക്കാം. ദെൻ ഈ എൻറിച്ച്മെന്റ് മീഡിയയിലുള്ള ഗ്രോത്ത് ആഫ്റ്റർ 6 to 12 hours ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ അടുത്ത സെലക്റ്റീവ് മീഡിയയിലേക്ക് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കോങ്കി അഗാറിൽ എന്തായിരിക്കും, NLF കോളനീസ് ആയിരിക്കും മക്കോങ്കിയിലും DCAനകത്തും. ദെൻ വിൽസൺ ആൻഡ് ബ്ലെയർ ബിസ്മത്ത് സൾഫേറ്റ് അഗാറിൽ എന്തായിരിക്കും, സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് ബ്ലാക്ക് കോളനീസ് ആയിരിക്കും വിത്ത് മെറ്റാലിക് ഷീൻ ഉണ്ടാവും. അതേ സമയത്ത് SPA എന്തായിരിക്കും, ഇത് സാൽമോണല്ല പാരടൈഫി എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, H2S പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഗ്രീൻ കളർഡ് കോളനി മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വിത്തൗട്ട് മെറ്റാലിക് ഷീൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ സെലിനേറ്റ് ഓഫ് ബ്രോത്തിന്റെ അകത്തുള്ള സംഭവം നമ്മൾ നേരെ എന്തിനകത്ത് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കും, ആഫ്റ്റർ 6 to 8 hours ശേഷം നമ്മൾ നേരെ സെലക്റ്റീവ് മീഡിയയിലേക്ക് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ദെൻ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ എടുത്ത് വെക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ബോൺ മാരോ ആസ്പിറേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് സെൻസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അബൌട്ട് 90% ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യും, പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ കളക്ഷൻ ഈസ് ഹൈലി പെയിൻഫുൾ ആൻഡ് ഹൈലി ഇൻവെസീവ് മെത്തേഡ് ആയിരിക്കും. ഇത് സാമ്പിൾ എടുക്കുക നമ്മളൊന്നല്ല എടുക്കുക, ഹൈലി എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എടുക്കുക, വിത്ത് സർജിക്കൽ സപ്പോർട്ടും കൂടി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നമ്മൾ റുട്ടീൻലി ഒരു ലാബ് റുട്ടീൻലി ഡിറ്റക്ഷൻ ആയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ് ഫീവർ ആയിട്ട് നമ്മൾ ബോൺ മാരോ ആസ്പിറേഷൻ പറയാറില്ല. ദെൻ എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള നമ്മൾ എന്ത് വരുന്നുണ്ട്, എൻഡോകാർഡൈറ്റിസ്, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസും ആർത്രൈറ്റിസും ഫോക്കൽ ആപ്സിസും ഒക്കെ വരുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാമ്പിൾസ് ആണ് എടുക്കുന്നത്. അതായത് ഇപ്പൊ ന്യൂമോണിയ ആണെങ്കിൽ നമ്മൾ സ്പൂട്ടൻ സാമ്പിൾ എടുക്കുന്നു, മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ CSF എടുക്കുന്നു, ആർത്രൈറ്റിസ് ആണെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എടുക്കുന്നു, ദെൻ ആപ്സിസ് ആണെങ്കിൽ പസ് സാമ്പിൾ എടുക്കുന്നു. ദെൻ എന്താണ്, എൻഡോകാർഡൈറ്റിസിന്റെ കേസിൽ നമുക്ക് ഈവൻ ബ്ലഡ് കൾച്ചറും എടുക്കാറുണ്ട്. കാരണം എൻഡോകാർഡൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് എടുക്കും, ബ്ലഡ് കൾച്ചറും കൂടി എടുക്കുന്നു. പിന്നെ ദെൻ അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂടി നോക്കുന്നു, ഇതിന്റെ കൂടെ നമ്മുടെ പേഷ്യന്റിന്റെ ഹിസ്റ്ററിയും കൂടി നോക്കുന്നു. അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻ ഏത് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ്, അതായത് സ്റ്റെപ്പ് ലാഡർ ലൈക്ക് പൈറക്സി ഉണ്ടോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ യൂറിൻ കൾച്ചർ എടുക്കുന്നു. യൂറിൻ കൾച്ചറിന്റെ എടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് വീക്കും തേർഡ് വീക്കും മുതലായിരിക്കും ഇത് പോസിറ്റിവിറ്റി കാണിച്ചു തുടങ്ങും. ദെൻ അതുപോലെ തന്നെ ഒരു തേർഡ് വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമേ പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂറിൻ സാമ്പിൾ എടുക്കുന്നു, സെൻട്രിഫ്യൂജ്ഡ് യൂറിൻ ഡെപ്പോസിറ്റ് ആണ് എടുക്കുന്നത്. ആ ഈ സെൻട്രിഫ്യൂജ് ചെയ്ത യൂറിൻ ഡെപ്പോസിറ്റ് നമ്മൾ നേരെ എന്തിലേക്ക് ഇനോക്കുലേഷൻ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു എൻറിച്ച്മെന്റ് മീഡിയയിലേക്കും അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് മീഡിയയിലേക്കും ഇനോക്കുലേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ യൂറിനറി സാൽമോണല്ലയുടെ കേസിൽ ഈവൻ ലോ കോളനി കൗണ്ട് ഇൻഡിക്കേറ്റ് സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ എന്നാണ് പറയുന്നത്, ബിക്കോസ് സാൽമോണല്ല ഈസ് നോട്ട് എ നോർമൽ ഫ്ലോറ ഓഫ് യൂറിനറി ട്രാക്ട് എന്നുള്ള രീതിയിലാണ്. ദെൻ അതുപോലെ തന്നെ ഇതിന്റെ സാൽമോണല്ലയുടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്യൂട്ട് ടൈഫോയിഡ് ഫീവറിന്റെ കേസിലായിരിക്കും യൂറിനറി ഷെഡിങ് നല്ലപോലെ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് ബിക്കം ക്രോണിക് കാരിയർ കേസിലും പിന്നെ അതുപോലെ തന്നെ അക്യൂട്ട് ടൈഫോയിഡ് ഫീവറിന്റെ കേസിലും ആയിരിക്കും നല്ല രീതിയിൽ യൂറിനറി ഷെഡിങ് ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് ബൈൽ കൾച്ചർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, ബൈൽ ഈസ് ആൻ ഹൈലി ന്യൂട്രിയന്റ് മീഡിയം ഫോർ ഇൻ കേസ് ഓഫ് സാൽമോണല്ല എന്നുള്ള രീതിയിൽ. അവിടെ തന്നെ നമ്മൾ എന്തെടുക്കാം, ഈ ലേറ്റർ സ്റ്റേജിനും പിന്നെ അതുപോലെ തന്നെ കാരിയർ സ്റ്റേജിനും ഒക്കെ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈൽ കൾച്ചർ ആണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസീസ് മാറിയതിനു ശേഷം 3% ഓഫ് ഇൻഡിവിജ്വൽസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ക്രോണിക് കാരിയേഴ്സ് എന്നുള്ള രീതിയിൽ ബൈലിന്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ദെൻ ബൈൽ നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയോഡിനൽ ട്യൂബ്സ് വെച്ചിട്ട് ആസ്പിറേഷൻ ചെയ്യാണ് ചെയ്യുക. ഈ ഒരു ബൈലിനെ ബൈൽ സാമ്പിളിനെ നമ്മൾ എങ്ങനെയാണോ സ്റ്റൂൾ സാമ്പിളിനെ പ്രോസസ് ചെയ്തത് അതേ രീതിയിൽ തന്നെ അങ്ങ് പ്രോസസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ക്ലോട്ട് കൾച്ചർ യൂസ് ചെയ്യും. മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ml ക്ലോട്ടിനെ നമ്മൾ എടുത്തിട്ട് 50 ml ബൈൽ ബ്രോത്ത് മീഡിയത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 0.5% ബൈൽ സാൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഓർഗാൻസ് നല്ല രീതിയിൽ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടാനുള്ള ചാൻസസും ക്ലോട്ട് കൾച്ചർ തരുന്നുണ്ട്. ലാസ്റ്റ് സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സാൽമോണല്ല നമ്മൾ ആദ്യം ന്യൂട്രന്റ് അകർണത്ത് ഗ്രോ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സലൈൻ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക, അതിന്റെ അകത്ത് 1-2 ഡ്രോപ്പ് സലൈൻ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് ഓർഗാൻസും എടുത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സലൈൻ സസ്പെൻഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാം. ദെൻ ഈ സലൈൻ സസ്പെൻഷൻ സാൽമോണലിന്റെ കേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സാൽമോണല്ല ടൈഫിയുടെ പോളിവാലന്റ് ഓ ആന്റിസിറ ആഡ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് കാണാൻ പറ്റും, അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സാൽമോണല്ല ആയിരിക്കാം. ആ രീതിയിലാണ് നമ്മൾ സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് പറയുന്നത്. ദെൻ സാൽമോണല്ലയുടെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് പ്ലേറ്റിൽ നോക്കുന്ന സമയത്ത് മക്കിൽ എന്തായിരിക്കും, നോൺ ലാക്ടോസ് ഫെർമെന്റസ് കോളനീസ് ആയിരിക്കും. ദെൻ ജെറ്റ് ബാഗ്, നമ്മുടെ ഈ H2S പ്രൊഡ്യൂസ് ചെയ്യുന്ന സാൽമോണല്ല ആണെങ്കിൽ ജെറ്റ് ബ്ലാക്ക് കോളനീസ് ആയിരിക്കും. സറൗണ്ടഡ് ബൈ മെറ്റാലിക് ഷീൻ ഓൺ വിൽസൺ ബ്ലെയർ ബിസ്മത്ത് സൾഫേറ്റ് അകാറിനകത്ത്. ഇനി അതല്ല XLD DC ഒക്കെ ആവുന്ന സമയത്ത് എന്തായിരിക്കും, ബ്ലാക്ക് സെന്റഡ് കോളനീസ് ആയിരിക്കും സാൽമോണല്ല ടൈഫി, സാൽമോണല്ല പാരാടൈഫി ബി എക്സെപ്റ്റ് സാൽമോണല്ല പാരാടൈഫി എ. ഇതെന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ അനറോജനിക് ആയിരിക്കും. ഇറ്റ് ഫെർമെന്റ് ഗ്ലൂക്കോസ് മാനിറ്റോൾ മാൾട്ടോസ് ഫോമിംഗ് ആസിഡ് ഓൺലി ബട്ട് നോ ഗ്യാസ്. ദെൻ ഓർണിത്തിൻ ഡീകാർബോക്സിലേസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. കാറ്റലൈസ് പോസിറ്റീവ്, ഓക്സിഡേസ് നെഗറ്റീവ് ആയിരിക്കും. മോട്ടൈൽ വിത്ത് ഹെൽപ്പ് ഓഫ് പെരിട്രൈക്കറ്റ് ഫ്ലജല്ല ആയിരിക്കും. H2S പ്രൊഡക്ഷൻ ഉണ്ടാവും എക്സെപ്റ്റ് SPA. ഇൻഡോൾ നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും, നമ്മുടെ ടൈഫോയിഡ് ഓ ആന്റിസിറ വെച്ചിട്ട് അഗ്ലൂട്ടിനേഷൻ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും, പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. TFSA K/A വിത്ത് H2S ആയിരിക്കും. എക്സെപ്ഷൻ SPA ആയിരിക്കും, വിത്തൗട്ട് H2S ആയിരിക്കും ഉണ്ടാവുക. ദെൻ സാൽമോണല്ല ടൈഫി ആണെങ്കിൽ H2S പ്രൊഡക്ഷൻ predominantly ഓൺ ദ സ്ലാൻഡ് ആയിരിക്കും. ദെൻ സാൽമോണല്ല പാരാടൈഫി ബി ആണെങ്കിൽ H2S പ്രൊഡക്ഷൻ predominantly ഓൺ ദ ബട്ട് ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്, ദാറ്റ് ഈസ് ഐസൊലേഷൻ ഓഫ് ഓർഗാനിസം എന്നുള്ള രീതിയിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.